പ്രിയ ബന്ധുമിത്രാദികളെ, ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിനകത്തുള്ളവരെ ഈ കസേരകളിൽ വന്നിരിക്കുവാൻ അറിയിക്കുന്നു. കിടക്കുന്ന കസേരകളെ ഈ സ്റ്റേജിന് അഭിമുഖമായി ഇട്ട് എല്ലാവരും ഈ പരിപാടികളിൽ പൂർണ്ണമായും സ്നേഹപൂർവ്വം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരിപാടികൾ ആരംഭിക്കുക. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ ഓണത്തിന് ഞാനും കവി ഗോപിദാസും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ 3 പേര് ഏകദേശം സമപ്രായക്കാരാണ്, മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങളുടെ സംഭാഷണത്തിൽ അത് ഉയർന്നു വരികയും നമുക്ക് കൂട്ടായി ആ സപ്തതി ഒന്ന് ചെറുതായി ആഘോഷിച്ചാൽ എന്താണെന്ന് ആലോചിക്കുകയും ചെയ്തു. ആലോചന ചൂടുപിടിക്കുകയും ഇവിടം വരെ എത്തുകയും ചെയ്തു. തിരക്കേറിയ ഈ സന്ദർഭങ്ങളിൽ എല്ലാവർക്കും തിരക്കാണ്. ഈ തിരക്കിനിടയിൽ ഞങ്ങളുടെ 3 പേരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ 3 കുടുംബത്തിലെയും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടെ 3 കുടുംബങ്ങൾക്കുള്ള പേരിൽ ആർദ്രവുമായി സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ അവതാരകയ്ക്ക് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കുടുംബം എന്നത് ഒരു ചെറിയ സങ്കല്പമല്ല. കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം. അതെ, അത് സത്യമാണ്. ഹൃദയത്തോട് ഒത്തു നിൽക്കേണ്ടവർ ഒത്തുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതോളം വലിയ ഒരു അനുഗ്രഹം മറ്റൊന്നുമില്ല. അങ്ങനെ ഒരു സുദിനം ആണ് ഇന്ന് നമ്മൾക്ക്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കവിമാമന്റെയും ഗോപിദാസ് അങ്കിളിന്റെയും അച്ഛന്റെയും 70ാം പിറന്നാൾ സപ്തതി, അത് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ഇന്നിവിടെ ഒത്തുചേരാൻ, സന്തോഷം പങ്കിടാൻ അവസരം തന്ന സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ആരംഭിക്കാം. പ്രയർ ഡാൻസിനായി ലക്ഷ്മിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ലക്ഷ്മി എന്റെ മകളാണ്. ഞാൻ രാധാകൃഷ്ണൻ അച്ഛന്റെ മകളാണ്. अष्टिका सूरजानूरमल्लमल्ल
പൂജിത ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാനും അതോടൊപ്പം മൺമറഞ്ഞു പോയ നമ്മുടെ ഉറ്റവർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനുമായി അച്ഛനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. തന്നെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതാണ്. എങ്കിൽ കൂടിയും പരിപാടിയുടെയും അവതാരകരുടെയും നിർദ്ദേശപ്രകാരം ഒന്നുകൂടെ പറയുകയാണ്. ഈ തിരക്കിനിടയിൽ ഈ മംഗള കർമ്മത്തിലെ ഈ ചടങ്ങിന് സ്നേഹപൂർവ്വം ഞങ്ങളെ സ്നേഹിക്കുവാനും ഉണയിക്കുവാനും ഈ ചടങ്ങിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുവാനും എത്തിച്ചേർന്ന ഈ 3 കുടുംബങ്ങളിലെയും എൻ്റെയും കവിയുടെയും ഗോപിദാസിൻ്റെയും കുടുംബങ്ങളിലെ പ്രധാന ബന്ധുക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാഗതം. ഈ ചടങ്ങിൽ നമ്മളോടൊപ്പം അദൃശ്യമായി ഈ പരിപാടിക്ക് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ വിട്ടുപിരിഞ്ഞ എൻ്റെ പ്രിയ പത്നി ഉൾപ്പെടെ ഉള്ളവരോടുള്ള ആദരം അർപ്പിക്കുവാനും അവരുടെ അസാന്നിധ്യം അവരുടെ അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും അവരെ ഓർമ്മിക്കുന്നതിനും ഈ അവസരം ഉപയോഗിക്കുക. തോട്ടപ്പള്ളി കുടുംബത്തിലെ അച്ഛൻ, അമ്മ, മൂത്ത സഹോദരൻ ശശിയണ്ണൻ, അദ്ദേഹത്തിന്റെ പ്രിയ പത്നി തുളസി ഭായി, മറ്റൊരു മകനായ ചന്ദ്രണ്ണൻ, ബാബു, എന്റെ ഭാര്യ ലത അടക്കം ആ തോട്ടപ്പള്ളി കുടുംബത്തിന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് ആദ്യം തന്നെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ചടങ്ങിലേക്ക് അവരെ ഓർത്തുകൊണ്ട് എല്ലാവരും 1 മിനിറ്റ് നേരം എഴുന്നേറ്റിരിക്കണം. അടുത്തത് ഗോപിദാസിന്റെ കുടുംബം. ഗോപിദാസിന്റെ മൺമറഞ്ഞ അച്ഛനെയും അമ്മയെയും ഈ സന്ദർഭത്തിൽ ഈ ചടങ്ങിൽ നമ്മൾ ഓർക്കുകയും അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയും 1 സെക്കൻഡ് എഴുന്നേറ്റിരിക്കണം. അച്ഛൻ, എൻ്റെ അമ്മ, ആദ്യം തന്നെ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പം 12 വർഷമായി. അച്ഛന് അമ്മ ലത, എൻ്റെ മൂത്ത സഹോദരൻ, അതോടൊപ്പം തന്നെ എൻ്റെ 2 സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, ഏറ്റവും സമീപ സമയത്ത് ഞങ്ങളെ വളരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ആക്സിഡന്റിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ആക്സിഡന്റിൽ മരണത്തിന് കീഴ്പ്പെട്ട എൻ്റെ സഹോദരൻ്റെ മകൻ്റെ ഭാര്യ സുമ എന്നിവരുടെ വേർപാടിലും ദുഃഖിക്കുകയും അനുശോചിക്കുകയും അവരുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും 1 മിനിറ്റ് നേടും.
സ്മരണാഞ്ജലി തമ്പി മാമനും ഗോപി മാമനുമാണ്. എന്നാൽ അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അവരോടുള്ള എല്ലാ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ബേബി അമ്മയെ പൊന്നാടി അണിയിക്കുന്നതിനായി സുലോചന ആന്റിയെ ക്ഷണിക്കുന്നു. ബേബി അമ്മയെയും സുലോചന ആന്റിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. പായിയമ്മയെ പൊന്നാട അണിയിക്കുവാൻ ലാലുമാമനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വിശ്വൻ മാമനെ പൊന്നാട അണിയിക്കുന്നതിനായി ഉണ്ണിക്കുട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് അച്ഛന്റെ പെങ്ങള് വാസന്തി അപ്പിയാണ്. കൗസല്യാമ്മയെ പൊന്നാട അണിയിക്കുന്നതിനായി ഗോപിദാസ് അങ്കിളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വയലിൻ വായനയിലൂടെ നമ്മളെ സന്തോഷിപ്പിക്കാൻ മാമനിയുടെ മകളായ ശിവന്യ മോളെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സപ്തതി ആഘോഷ ചടങ്ങുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സപ്തതി എന്ന് പറഞ്ഞാൽ 70-ാം ജന്മദിനം ആഘോഷിക്കുന്ന ചടങ്ങാണ്. ഇന്ന് കവമാമന്റെയും ഗോപിദാസ് അങ്കിളിന്റെയും അച്ഛന്റെയും സപ്തതി നമ്മൾ കൊണ്ടാടുകയാണ്. എന്നാൽ ഇവർക്ക് 3 പേർക്കും 70 വയസ്സായോ? കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തീരെ തോന്നുന്നില്ല. അതെ, എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ്. അവർക്ക് ആർക്കും തീരെ തോന്നുന്നില്ല ഇവർക്ക് 70 വയസ്സായി എന്നുള്ളത്. ഇനി കള്ളം പറഞ്ഞ് ആഘോഷിക്കുകയാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഇവര് 3 പേരും എത്ര ചുറുചുറുക്കോടെയാണ് തങ്ങളുടെ കർമ്മപദങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ജീവിത യാത്രയാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം വെയിലേറ്റ് തങ്ങളുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബത്തിനും തണലായി നിൽക്കുന്ന ഈ മഹനീയ വ്യക്തിത്വങ്ങളെ ആചരിക്കുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. ആദ്യമായി ഗോപിദാസ് അങ്കിളിനെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ആദരിക്കുവാൻ മകൾ രമ്യയെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം.
താങ്ക് യു സോ മച്ച്. അടുത്തതായി ചറപറാകുമ്പോ കൊടുക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന കേക്ക് കട്ടിംഗ് ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനായി സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന ഇവർ 3 പേരെയും ഞാൻ മുന്നോട്ട് വരാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. കേക്കില്ലേ, ഞാൻ പിന്നെ ഇവിടെ ചുമ്മാ നിൽക്കുവാണ്. ഓക്കെ, താങ്ക് യു. പറയാനായിട്ട് മാറ്റിയൊക്കെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കളേഴ്സ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനല് ചേർത്തലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ്. അവിടുത്തെ മോഡലും ഓണറും ഓളിനോളുമായിട്ടുള്ള ഞങ്ങളുടെ മാറ്റിയൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. കൈ അടിച്ച് ജീവിക്കാം. സെലിബ്രേറ്റ് സന്തോഷം. ഞാൻ ഇതൊക്കെ ഇവളെ കൊണ്ട് പറയിപ്പിച്ചതാട്ടോ. രാവിലെ വന്നപ്പോ മുതൽ ഞാൻ പറഞ്ഞതാ, ഇതൊക്കെ ഒന്ന് ഓർത്തോർത്ത് പറയണം, ടെൻഷനിൽ പറയാതിരിക്കരുതെന്നൊക്കെ. അതിന് ചെലവുണ്ട്. അപ്പൊ എല്ലാവരോടും സന്തോഷം, ഹൃദയം നിറഞ്ഞ് സന്തോഷത്തോടെ സ്നേഹത്തോടെ നിൽക്കുകയാണ്. 2 വരി കവിതകൾ പറഞ്ഞോട്ടെ. കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. നമ്മൾ ഒരുമിച്ചല്ല ആരും ജനിച്ചത്, നമ്മൾ ആരും ഒരുമിച്ചല്ല മരിക്കുന്നത്. നമ്മളുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഈ ഹൃദയം എപ്പം നിലച്ച് പോകുമെന്ന് പോലും നമുക്കറിയില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന, നമ്മൾ ജീവിക്കുന്ന കുറച്ച് നിമിഷങ്ങളല്ലേ ഇതൊക്കെ. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒരുപാട് പ്രതീക്ഷകളോടെയാ വന്നിരിക്കുന്നത്. സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന ഈ 3 അച്ഛന്മാരെ ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും അവരോട് സ്നേഹം പങ്കുവയ്ക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഒന്നുകൂടി ഒരുമിച്ചൊന്ന് കാണാം, കുറച്ചു നേരം ഒരുമിച്ച് ചെലവഴിക്കാം. അതൊക്കെ ശേഷം ഇന്ന് നമ്മൾ ഇവിടുന്ന് പിരിയുമ്പോ മനസ്സിൽ ഒരിക്കലും മങ്ങാത്ത സ്നേഹത്തിന്റെ നിറമുള്ള കുറെ പൂക്കളുമായിട്ട്, സുഗന്ധമുള്ള പൂക്കളുമായിട്ട് നമുക്ക് പോകാം എന്നൊക്കെ കരുതി ഒരുപാട് ആഗ്രഹങ്ങളും കൂടെ വന്ന മനസ്സുകളാണ് നമ്മളെല്ലാവരും. പിന്നെ ഇവരെ കുറിച്ച് പറയുമ്പോ എല്ലാവർക്കും അറിയാം കവിച്ചിറ്റപ്പൻ എന്താണെന്ന്. ഈ കവിച്ചിറ്റപ്പൻ രാധാകൃഷ്ണ മാമൻ ഗോപിദാസ് ഞങ്ങള് 70ന്റെ നിറവിൽ നിൽക്കുകയാണെങ്കിലും 7 വയസ്സിന്റെ കുസൃതിയും കുറുമ്പും ഒക്കെ ആയിട്ടാണ്
ഇവരങ്ങ് പോകുന്നത്. ശരിക്കും നമ്മൾ എങ്ങനെ ആകണം എന്ന് ഇവരെ കണ്ട് പഠിച്ചാൽ മതി. നമ്മളുടെ 70കളിൽ നമ്മൾ ഇവരെ വെല്ലണം. പിന്നെ ഒരു വലിയ സന്തോഷം, ഇങ്ങനെ സപ്തതി നടത്താൻ മക്കൾക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. എനിക്കും എന്നൊക്കെയോ അത് കിട്ടാണ്ടായി പോയി. പക്ഷെ എങ്കിലും അവരുടെ സാന്നിധ്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിലൂടെ അവർ കാണുന്നുണ്ട്, നിങ്ങളെ സന്തോഷിക്കുന്നുണ്ട്. പറയുന്നതാണ്, എന്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ പപ്പയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് ഫാമിലി ഗെറ്റ് ടുഗദർ. അന്നത്തെ കാലത്ത് ഗെറ്റ് ടുഗദർ എന്നുള്ള വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് കാലം മുതലേ പപ്പ ഗെറ്റ് ടുഗദറുകൾ നടത്തുമായിരുന്നു, അല്ലെ? കുടുംബ സംഗമങ്ങൾ നടത്തുമായിരുന്നു. ബന്ധങ്ങളുടെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട്, പരസ്പരം സ്നേഹം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇത് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. എല്ലാ കുടുംബങ്ങളിലും ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ നടത്താൻ ഇടവരട്ടെ. നമ്മളെല്ലാവരും എന്നും ഒന്നായിരിക്കട്ടെ. നമുക്ക് ജാതിയുടെ മതിലുകളോ പണത്തിന്റെ മതിലുകളോ ഒന്നുമില്ലാതെ സ്നേഹം കൊണ്ട് മാത്രം നമ്മൾ എന്നും ഒന്നായിരിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ. നന്ദി. താങ്ക് യു. ഓക്കെ, ഒരു കവിയത്രിയും ഇംഗ്ലീഷ് അധ്യാപികയും കൂടെയാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. ഇനി നമ്മുടെ സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന നമ്മുടെ കമ്മാമൻ, അച്ഛൻ, ഗോദാസങ്ങള്, അവർക്ക് 2 വാക്ക് പറയാനുള്ള അവസരമാണ്. ഞങ്ങൾക്ക് വേണ്ടി 2 വാക്കുകൾ മുന്നോട്ട് വന്ന് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇല്ലാത്തൊരു സംഭവമായിരുന്നല്ലോ, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, സർപ്രൈസ്. കുടുംബ കൂട്ടായ്മ. ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. സാധാരണ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു കുടുംബ യോഗമല്ലത്. എന്താണെന്ന് ചോദിക്കാം. 3 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു അപൂർവമായി സംഭവിച്ചേക്കാവുന്ന ഒരു ഒത്തുചേരലാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ സാധാരണ ചെയ്യുന്നതല്ല. അതിനോടൊപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സപ്തതി ആഘോഷം നിങ്ങൾ കണ്ടു കാണും ആരെങ്കിലും ഒരാളുടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്ന 3 പേരുടെ. അതും പോട്ടെ, അത് സാധാരണ നമുക്ക് കണക്കൂട്ടാം. പക്ഷേ 3 അളിയന്മാരുടെ സപ്തതി നിങ്ങൾ കിട്ടത്തില്ല. ഇനി അത് നിങ്ങളുടെ സ്വപ്നത്തിൽ മാത്രം. 3 അളിയന്മാരുടെ സപ്തതി ഒന്നിച്ച് ആഘോഷിക്കാൻ പറഞ്ഞാൽ അതൊരു സ്വപ്നത്തിൽ മാത്രം. ഇവിടെ ഞങ്ങൾ 3 പേരും കൂടി ഈ സ്റ്റേജിൽ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഈ ഒരു ആഘോഷത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ സപ്തതി ആഘോഷവും ഇതിനോടൊപ്പം തന്നെ 3 പേരുടെ നടത്താൻ സാധിച്ചതിലും അതിൽ ഞങ്ങളുടെ സന്തോഷിക്കുന്നു. ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളോട് ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പല രീതിയിലും, പല കഷ്ടപ്പാടുകളിലും, പല രീതിയിലും പോയിട്ടുണ്ട്. തെറ്റുകളുണ്ടായിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ അതൊക്കെ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ഞങ്ങളെ നേർവഴിക്ക് നയിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ തെറ്റുകൾ പറഞ്ഞ് തിരുത്തി തരാനും മുതിർന്നവരായ ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാരാണ് ഇന്നിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, ഇരിക്കുന്നത്. അവരെയൊക്കെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എങ്കിലും 1-2 പേര് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഇല്ല ഇപ്പോൾ ഗോവിയാണ്. എൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്തും അച്ഛനില്ലായിരുന്ന സമയത്തും ഇന്നും അച്ഛൻ്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഞാൻ ബഹുമാനിക്കുന്നത്. ഞാൻ ഭാഗ്യവാനാണ്. കാരണം അച്ഛൻ ഇല്ലെങ്കിലും പോലും അച്ഛൻ്റെ സ്ഥാനത്ത് ഇന്നും ഒരാൾ ഇരിക്കുന്നുണ്ട്. എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ ഗോവിയാണ്. പുള്ളിക്കാരൻ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഇന്നിവിടെ വരാൻ പറ്റിയില്ല. അതിനുശേഷം എനിക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മ പോയി. പക്ഷേ അമ്മ ഉണ്ടായിരുന്നപ്പോഴും അമ്മ ഇല്ലായിരുന്നപ്പോഴും അമ്മയുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇന്നും എന്നെ നോക്കാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി എൻ്റെ കരുതലോട് ഉപയോഗിക്കുന്ന എൻ്റെ ബേബിയൊക്കെ അതിൻ്റെ സാന്നിധ്യം എനിക്കിവിടെ ഉണ്ട്. അപ്പം അച്ഛനും അമ്മയും എനിക്ക് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം. പിന്നെ ഈ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ ചുറ്റും പറഞ്ഞ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ആൾക്കാരും ജൂനിയറായിട്ടുള്ള ആൾക്കാരും ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യം ഒരു ഭാഗ്യമായിട്ട് കണക്കൂട്ടിക്കൊണ്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം പറയാനുള്ളത്, സീനിയേഴ്സിനെ കൂടെ വളരെ കുറച്ച് സീനിയേഴ്സേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ബാക്കി എല്ലാം ഒരു യുവത്വത്തിൻ്റെ പ്രസരിപ്പാണ് ഇവിടെ കാണുന്നത്. സാധാരണ ഒരു MRA അല്ലെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിംഗ് പോയി കഴിഞ്ഞാൽ സാധാരണ പൂർണ്ണമായിട്ടും പ്രായമുള്ള ആൾക്കാരെ കാണുന്നു. പക്ഷേ ഇന്നിവിടെ കെട്ടിയിരിക്കുന്ന ഒരു 60-70% യുവത്വമാണ് നിൽക്കുന്നത്. ആ യുവത്വത്തിനോട് എനിക്ക് ഒരു വാചകം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പറയാം, അത് പറയുമ്പോഴത്തേക്ക് ഉപദേശമൊന്നുമല്ല. ഉപദേശമാണെങ്കിൽ
എപ്പോഴും എല്ലാവരും എഴുന്നേറ്റ് പോകും. കാരണം ഇന്ന് നാട്ടിൽ മുഴുവൻ ഉപദേശമേ ഉള്ളൂ. വീട്ടിൽ ഇറങ്ങിയാലും ഉപദേശം, രാത്രിയിൽ ഉപദേശം, ഇറങ്ങുമ്പോൾ എന്ത് പറഞ്ഞാലും ഉപദേശമുള്ളൂ. പക്ഷേ ഇത് ഉപദേശമല്ല, ഒരു റിക്വസ്റ്റ്, യുവത്വത്തിനോട് ഒരു റിക്വസ്റ്റ്, അത്രയേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പ്രായമുള്ളവർ കണ്ടേക്കാം. എല്ലാവരുടെയും വീട്ടിൽ സാറിന് കാണും. ഒരു 70-80% വീട്ടിലും ഇന്നും പ്രായമുള്ളവർ കാണും. ഈ പ്രായമുള്ളവർ ചിലപ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു വന്നേക്കാം. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞു വന്നേക്കാം. കാരണം അവരുടെ ആരോഗ്യസ്ഥിതി ഒരുപക്ഷെ അനുവദിക്കുന്നില്ലായിരിക്കും വെളിയിൽ പോയി കാര്യം സാധിക്കാൻ വേണ്ടി. ആ സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു വന്നേക്കാം. അത് ചിലപ്പോൾ ഒരു ചായ കുടിക്കണമെന്നോ, അല്ലെങ്കിൽ എനിക്കൊരു സിനിമ കാണണമെന്നോ, അല്ലെങ്കിൽ എനിക്കൊരു കുഴിമാന്തി കഴിക്കണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് നല്ല ഷർട്ട് ഇട്ടൊന്ന് ഡാൻസ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ എനിക്കൊന്ന് കടപ്പുറത്ത് പോയി ബീച്ചിൽ പോയി നിൽക്കണമെന്നോ, അങ്ങനെയുള്ള പല പല ആഗ്രഹങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കും. അത് നിങ്ങൾ ഏതെങ്കിലും ചെറുപ്പക്കാരോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് ഭാഗ്യമുള്ളവരോട് മാത്രമേ ഈ പ്രായമുള്ളവർ ഇത് ആവശ്യപ്പെടത്തുള്ളൂ. അത് ആ സമയത്ത് തന്നെ സാധിച്ചു കൊടുത്തേക്കണം. അതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അവരുടെ ആ ആഗ്രഹം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തോ അല്ലെ MRI സ്കാൻ ചെയ്തോ അതിനകത്തുള്ള നൂലുമാലകൾ കണ്ടുപിടിച്ച് ഇത് ശരിയല്ല, അത് ശരിയല്ല, അപ്പൂപ്പൻ അവിടെ ഇരുന്നു, അമ്മമ്മ അവിടെ ഇരുന്നു, അമ്മമ്മയ്ക്ക് ഇപ്പോൾ ഇത് പറ്റിയതല്ല, അമ്മമ്മയ്ക്ക് കുഴിമന്തി ഇരുന്ന് കഴിഞ്ഞാൽ അത് വയറ്റ് വേദന എടുക്കും, അല്ലെങ്കിൽ അച്ഛന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും, ഇങ്ങനൊന്നും പറയല്ലേ വേണ്ടത്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോഴേ സാധിച്ചു കൊടുക്കുക. ബാക്കിയുള്ള കാര്യം പിന്നീടൊക്കെ ആലോചിക്കാം. കാരണം ജീവിതത്തിൽ ഞാൻ ഒരു സന്ദർഭം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ സഹോദരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സിസ്റ്ററിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ. അതേത് സന്ദർഭത്തിലായിരിക്കും ഞാൻ വിശദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ കാഠിന്യങ്ങൾ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് പ്രായമുള്ളവർ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അതുപോലെ സാധിച്ചു കൊടുക്കുക എൻ്റെ യുവത്വങ്ങളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയും ഇത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് എങ്ങനെ അനുഗ്രഹിക്കാൻ വേണ്ടിയും ഞങ്ങളുടെ ഈ യോഗത്തിൽ പങ്കുചേരാനും വന്ന് അല്ലെങ്കിൽ കുടുംബ യോഗത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാട്ടിൽ നന്ദി രേഖപ്പെടുന്നു. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൂപ്പനും കവിയച്ഛനും ഞാപ്പച്ചനും 70ന്റെ നിറവിലും ഇനിയുള്ള കാലം ആരോഗ്യവും സന്തോഷവും ആയുസ്സും ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. वीरभद्राय अग्निनेत्राय घोरसंहाराय सकललोकाय सर्वभूताय सत्यसाक्षात्काराय शम्भो शम्भो शङ्कर शिवोऽहं रुद्ररामं भजेऽहं भजेऽहं हर 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 महादेव
പരിപാലന പൂരണ ജഗത്കാരണ സത്യദേവ ദേവ വേദാർത്ഥസാര യജ്ഞോമയ നിശ്ചല ദുഷ്ടനിഗ്രഹ സപ്തലോക സംരക്ഷണ സോമ സൂര്യാഗ്നിലോചന ശൂലപാണി ഭുജഗഭൂഷണ ഓം ശിവോഹം ഓം ശിവോഹം രുദ്രനാമം ഭജേഹം ഓം ശിവോഹം ഓം ശിവോഹം രുദ്രനാമം ഭജേഹം ഭജേഹം मेरे सपनों की रानी कब आएगी तू आए हुक्म मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए हुक्म मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया सब रंग रलिया पूछ रही है प्यार के गिल की बाहों में गिल की सब रंग रलिया पूछ रही है किस बंगम फंस जाएगी तू मेरे सपनों की रानी कब आएगी तू आए हुकूमत खाने कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया फूल से खिलते पास है दिल के दूर से मिलके चैन आए फूल से खिलते पास है दिल के दूर से मिलके चैन आए और कब तक मुझे धड़ पाएगी तू मेरे सपनों की रानी कब आएगी तू आए हुकूमत खाने कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपने क्या है भरोसा आशिक दिल का और किसी पे आ जाए क्या है भरोसा आशिक दिल का और किसी पे आ जाए आ गया तो
बहुत बदल जाएगी तू मेरे सपनों की रानी कब आएगी तू आए रुक मत गाने कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए रुक मत गाने कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया चलिया तू चलिया चलिया आप चलिया थैंक यू സ്നേഹത്തിൻ തീരം ആരും കൊതിക്കുന്ന തീരം ആനന്ദ പകടോരം കാണാതെ കാണും സ്വപ്നം കാണാൻ ഓരോ ചാരേ ചേരോളം ഭാരം ഭാരം മേലെ മഞ്ഞിൻ കൂടാരം അതിരാരോ ആരാരോ ദീപം ചാർത്തുന്നു മേലെ മേലെ ഭാരം ഭാരം മേലെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. അഭിമാനിക്കാം. എന്തിയാ മാമിനെ കാണുന്നില്ല? തോട്ടപ്പള്ളിയിൽ നിന്ന് എത്തിച്ചേർന്ന മോൻസി, പ്ലീസ് കം ഫോർവേഡ്. ഒരു ഗാനം ആലപിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട് തോട്ടപ്പള്ളിയിലാണ്. കുഞ്ഞുനാൾ മുതലേ കണ്ടു വളർന്ന ഒരു മുഖമാണ് കവിയാണെൻ്റെ. ഏത് ആയുധമായിട്ട് എത്താൻ വരുന്നവരാണെങ്കിലും ചിരിയിൽ
പുള്ളി ഒതുങ്ങിപ്പോകും. അതാണ് കവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു പാട്ട് പാടാൻ വന്നതാണ്. അപ്പം അതിന് മുമ്പായിട്ട് ചെറിയൊരു മിമിക്രി ഇവിടെ കാണിച്ചു. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വേദിയിൽ പ്രേം നസീർ വന്നിട്ട് ഇവർക്ക് ആശംസ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും എനിക്ക് ഈ വേദിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ആദ്യമായ സന്തോഷമുണ്ട്. കവിരാജനും രാധാകൃഷ്ണനും ഗോപിദാസ് സാറിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഇച്ചിരി ചോറുണ്ടട്ടെ പോകത്തുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. വെള്ളം എന്ന സിനിമയിലെ ആകാശമായ വില എന്ന സിനിമ പാട്ടാണ്. ആകാശമായവനെ അകലെ പറന്നവനെ ചിറകായിരുന്നല്ലോ അറിയാതെ പോയും നിഴലോ മാഞ്ഞു പോയി വഴിയും പോയി പോരാത്ത ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മറന്നു പോയി ഞാനും ശൂന്യമാണ്. ഉടലും ചേർന്നു പോയി വഴിയും മറന്നുപോയി മറഞ്ഞു ഒറ്റയ്ക്കിരുന്നത്ര കാറ്റു ഞാനേൽക്കണം മായി ഓർമ്മയിലാഴ്ന്നത്ര കാതങ്ങൾ നീന്തണം നീയാ തീരമേ സന്തോഷം. ഞങ്ങളെ തന്നെ പുകഴ്ത്തി പറയല്ല, ഞങ്ങൾ ഭയങ്കര കലാപരമായി മികച്ച നിലവാരം പുലർത്തുന്ന കുടുംബമാണ്. പക്ഷെ ഞങ്ങൾക്ക് അഭാവമില്ല അല്ലേ, ഞങ്ങളത് പുറത്ത് കാണിക്കാറില്ല. അടുത്തത് അനുശ്രീ.
ഇവിടെ ചടങ്ങിൻ്റെ ഏറ്റവും അവസാനവും എന്നാൽ ഒരു ചെറിയ പ്രധാനപ്പെട്ടതായ ഈ ചടങ്ങിലേക്ക് കിടക്കുക. എൻ്റെ മോള് പറഞ്ഞ പോലെ ഒരു ചെറിയ സർപ്രൈസായിട്ട് ഞങ്ങളത് വെച്ചിരിക്കുകയായിരുന്നു. അത് ആദ്യമൊക്കെ അങ്ങ് വിധേയരായ കവിയും ഭാര്യയൊക്കെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാനും ഗോപിദാസിൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി അത് അവർ സമ്മതിക്കുകയും അതിവിടെ നടത്താൻ പോവുകയാണ്. അതായത് 1984 ഫെബ്രുവരി 12-ലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. കവിരാജൻ്റെ നേരെകളെ സഹോദരിയായിട്ടുള്ളു. അറിയാൻ മേലാത്തവരോട് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. 1984 തന്നെ ഒക്ടോബർ 22-ാം തീയതി കവിയുടെയും സുലോചനയുടെയും വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് രണ്ട് കുടുംബങ്ങളുടെയും 100% സഹകരണമില്ലാതെ നടത്തേണ്ടി വന്നു. നടത്തി. അതിനെ തങ്ങളുടെ കാണിച്ച അദ്ദേഹത്തിന് ഒരു കയ്യടിയും കൂടെ കൊടുക്കും. പക്ഷെ ഈ കയ്യടിക്ക് ഒരു ചെറിയ കയ്യടി കുറയ്ക്കേണ്ടി വരും. കാരണം 84 ഒക്ടോബർ 22-ാം തീയതി ആ വിവാഹം നടന്നെങ്കിലും കെട്ടിയ ഭാര്യയെ സ്നേഹിച്ച ഭാര്യയെ കൂടെ നിർത്താനുള്ള കപ്പാസിറ്റിയും കുറവാണ്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബസ്നേഹം. അതെ, അദ്ദേഹത്തിന്റെ ഒടുങ്ങാത്ത സഹോദര സ്നേഹം, സഹോദരി സ്നേഹം, അമ്മയോടുള്ള സ്നേഹം. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അകന്നു നിൽക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ അതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പം ചെറിയ രീതിയിൽ മറഞ്ഞെങ്കിലും അവർ പിന്നീട് ഇന്ന് വരെ 84 11 16 25 41 വർഷമായി 41 വർഷമായി വളരെ ഭംഗിയായി അധ്വാനിച്ച് കഷ്ടപ്പെട്ടെങ്കിലും വളരെ ഭംഗിയായി സ്നേഹപൂർവ്വം ജീവിച്ചു വരികയാണ്. ആ കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളെയും എന്നാൽ കഴിയുന്ന വിധത്തിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും അവരുടെ എല്ലാം ദൈനംദിന കാര്യങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഇവർ രണ്ടുപേരും ഒരു പിശുക്കും കാണിക്കാറില്ല. ഈ സുന്ദര മുഹൂർത്തത്തിൽ ഒരു ചെറിയ ചടങ്ങൂടെ നടത്തുവാൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും അഭ്യർത്ഥന പാലിച്ച് അവരെ സ്റ്റേജിലേക്ക് വിളിക്കുക. അവരെ രണ്ടുപേരും മധുരിക്കും മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടിൽ ചടങ്ങ് ആരംഭിക്കുന്നു.
നമ്മളിപ്പോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസിനാണ്. അന്ന് കുടുംബങ്ങളുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ആ ഒരു വെല്ലുവിളിയായിട്ടാണ് പ്രണയം അനശ്വരമാണ്. അത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകുമ്പോൾ അത് ദൈവികമാണ്. ഇപ്പൊ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അതുപോലൊരു മുഹൂർത്തത്തിനാണ്. നമ്മുടെ സുലോചന ആന്റിയും കവിച്ചിട്ടവരും വീണ്ടും കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് അവരുടെ അന്നത്തെ മനസ്സിലെ ആഗ്രഹം വീണ്ടും നിറവേറ്റുകയാണ്. അന്ന് കൂടെ ഉണ്ടാകാതിരുന്നതും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ഒരുപാട് കാലം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സമ്പൽ സമൃദ്ധിയോടുകൂടി നിങ്ങൾ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹാപ്പി ആനിവേഴ്സറി മധുരം കൊടുത്ത് ഈ ഒരു സന്തോഷ കർമ്മത്തിൽ പങ്കെടുക്കുക. മധുരം എവിടെ? ആരെങ്കിലും കുറച്ച് മധുരം കൊണ്ടുവരൂ. ശരിക്കും ഇത് അമ്മായിയമ്മയും നാത്തൂനും ഒക്കെ ചെയ്യേണ്ട ചടങ്ങുകളാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് കേട്ടോ. ജീവിതത്തിൽ നമ്മുടെയും കൂടെ ഒരു അസുലഭ നിമിഷമാണ് ഇങ്ങനൊരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. അന്ന് 41 വർഷം കഴിയുമ്പോൾ ഒന്നുകൂടെ കെട്ടിക്കുക എന്നുള്ളത്. ദമ്പതികൾക്ക് ആശംസകൾ പകരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് തരുന്നതായിരിക്കും. ഉണ്ടോ? എനിക്ക് പറയണോ? സീമേ എനിക്ക് പറയണായിരിക്കും. എന്തായാലും മക്കളായ ഞങ്ങൾക്കും ഇതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. വളരെ ചുരുക്കം ചില മക്കൾക്ക് മാത്രം ഉണ്ടാകുന്ന ഭാഗ്യമാണ് ഉണ്ണിക്കുട്ടനും കവിതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കുശുമ്പ് തോന്നുന്നു. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇവിടെ നടന്നത്. പറയാൻ വാക്കുകളില്ല. ഒരുപാട് സന്തോഷം, ആശംസകൾ. ഒത്തിരി കാലം ഇതുപോലെ സ്നേഹിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും മാതൃകാ ദമ്പതികളായി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ചിറ്റപ്പനും സുലോചനയും 2 വാക്ക് ഞങ്ങളോട് സംസാരിക്കണം. ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ വാക്കുകൾ കിട്ടുന്നില്ലെന്നുള്ളതാണ് സത്യം. നന്ദി ഞാൻ ആരോടോ ചെല്ലേണ്ടു, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആരോട് ദൈവത്തോട് ചെല്ലണോ, നിങ്ങളോട് ചെല്ലണോ, ആരോടായാലും നന്ദി. ഇത് ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമല്ല. തപസ് ചെയ്താൽ പോലും ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഭാഗ്യം കിട്ടാൻ പറ്റത്തില്ല. ആ കാര്യത്തിൽ ഞാൻ അഹങ്കരിക്കുകയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യമാണിത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്ന ഭാഗ്യം എന്ന് പറയാം. സ്വപ്നത്തിൽ മാത്രം ഇതുപോലൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും ക്ഷണിച്ച ഒരു ജീവിതമായിരുന്നു എനിക്ക്. ഇപ്പൊ അത് കിട്ടിയത് വളരെ സന്തോഷം.
ഫംഗ്ഷൻ പ്രോഗ്രാംസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നന്ദി പ്രകാശിക്കാനായി കവിമാമനെ ക്ഷണിക്കുകയാണ്. വീണ്ടും ഒരു നന്ദി പറയണം. ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെന്ന് വന്ന് രണ്ടാമതെന്ന് വന്ന് ഇപ്പോൾ മൂന്നാമതെന്ന് പറയുന്നത്. നന്ദി ആരോടെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റേ ഉള്ളൂ. കൂടുതൽ ശല്യപ്പെടുത്തില്ല. കാരണം എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഇപ്പോൾ ആഹാരം കഴിക്കണം. അതിൻ്റെ ആരും ശല്യപ്പെടുത്തില്ല. ഒരു മിനിറ്റ്. ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് രണ്ടാം ഓണത്തിന് നേരത്തെ അപ്പച്ചോട് സൂചിപ്പിച്ച പോലെ രണ്ടാം ഓണത്തിന് ഞങ്ങൾ ഉണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം, ഈ ഒരു കുഞ്ഞ് പിറന്നത്. അതായത് ഈ ഒരു ആഘോഷത്തിൻ്റെ കുഞ്ഞ് പിറന്നത് അന്ന് ഞങ്ങൾ 3 നേരം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് അതിങ്ങനെ ഡെവലപ്പായി വന്നപ്പോഴത്തേക്ക് വിവരങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് പതുക്കെ ലീക്കാകാൻ തുടങ്ങി. ഈ സംഭവം ലീക്കായി കഴിഞ്ഞ് പലയിടത്തു നിന്നും എനിക്ക് കോളുകൾ വന്നു. ലണ്ടനിൽ നിന്നൊരു കോൾ വന്നു, നടുക്കടലിൽ നിന്ന് ഷിപ്പിൽ നിന്നൊരു കോൾ വന്നു എനിക്ക്. അതുപോലെ നാട്ടിൽ നിന്നും പലയിടത്തു നിന്നും പലതൊന്നും. മറ്റാരുമല്ല, എൻ്റെ മക്കൾ തന്നെ. കവിത ഉണ്ണിക്കുട്ടൻ ഷിപ്പിൽ നിന്നും, കവിത ലണ്ടനിൽ നിന്നും. നാട്ടിൽ നിന്ന് പലരും ഉണ്ട്. നാട്ടിൽ പലരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്ക് അപരിചിതമായിട്ടുള്ള ഒരു 3 മാ ഇതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. 3 മാ ഇതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. ഒരു മാമിലി, രണ്ടാമത്തെ മാട്ടിക്കുട്ടി, വേറൊരു മായ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 മാകൾ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, മാമ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ശരിയായിരിക്കും. ഓരോരുത്തർ ഇവർ 3 മായും വിളിച്ചിട്ട് പറയും, ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. 3 പേരും വിളിച്ചിട്ട് പോലെ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ തന്നെ അമ്പലമുണ്ട്, അമ്പലം അല്ലാത്ത കാര്യം ആ വരുന്നതല്ലേ ഉള്ളൂ. അമ്പലയുടെ കാര്യം വരുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഈ 3 മായനെ കണ്ടു കഴിച്ച് അതിൻ്റെ കൂടെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് വേറെ ആയാണ് പറഞ്ഞത്, ഇങ്ങനെ സംഭവം വരുന്നുണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതാണ് ചെയ്തത്. അപ്പോൾ അവരെല്ലാം കൂടെ ഒരുക്കി കൂട്ടിയ ഒരു സംഭവമാണിത് ഇതിനകത്തുള്ളത്. ഏതായാലും നന്ദി ആരോടാ പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എന്നോടാ പറയാനുള്ളത്. കാരണം ഞാൻ സ്വല്പം അഹങ്കരിക്കുക. ഇപ്പോൾ അഹംഭാവമുണ്ട് എനിക്ക്. കാരണം ഈ ഒരു ഭാഗ്യം എനിക്ക് വേറെ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ഭാഗ്യം എനിക്ക് ആദ്യം കിട്ടത്തുമില്ല. അപ്പോൾ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതുകൊണ്ട് അത് എല്ലാവർക്കും നിന്നിട്ട് ഇവിടെ നിങ്ങളുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് പല തിരക്കുകളുണ്ടായിരുന്നു എല്ലാവർക്കും. ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളോട് ഒരുപാടുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ തന്നെ ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. നടക്കാൻ വയ്യാത്തവർ, എഴുന്നേക്കാൻ വയ്യാത്തവർ, പല പ്രശ്നങ്ങളുണ്ട്. അവരും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ വന്നവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ.
Thank you.